നിസ്കാരത്തിലെ സുജൂദുകൾക്ക് പുറമെ നാം കേൾക്കുന്ന രണ്ട് സുജൂദുകളാണ് തിലാവത്തിൻ്റെ സുജൂദ്, ശുക്റിൻ്റെ സുജൂദ് എന്നിവ. എപ്പോഴാണ് ഈ സുജൂദുകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ സുജൂദുകൾ നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 14 ആയത്തുകൾ സജദയുടെ ആയത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ആയത്തുകളിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി ഒരാൾ ഓതുകയോ മറ്റൊരാൾ ഓതുന്നത് കേൾക്കുകയോ ചെയ്താൽ ആ നിമിഷം തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താണ്. എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത്? നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഭദ്രമായി ഉയരമുള്ള സ്ഥലത്തേക്ക് വെച്ചതിന് ശേഷം ഖിബിലക്ക് മുന്നിട്ടിരിക്കുക. ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കേണ്ടത്. തിലാവത്തിൻ്റെ സുജൂദ് അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയം കൈ ഇങ്ങനെ ഉയർത്തൽ സുന്നത്തുണ്ട്. എന്നാൽ നിസ്കാരത്തിൽ കൈ വെക്കുന്നത് പോലെ ഇങ്ങനെ വെക്കൽ സുന്നത്തില്ല, മറിച്ച് ഉയർത്തൽ മാത്രമാണ് സുന്നത്തുള്ളത്. ഇതിന് ശേഷം അവിടെ വജ്ജഹത്തു അല്ലെങ്കിൽ ഫാത്തിഹ മറ്റു സൂറത്ത് ഒന്നും ഓതേണ്ടതില്ല. രണ്ടാമത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക. ഒരു സുജൂദാണ് ചെയ്യേണ്ടത്. ആ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് സാധാരണ നിസ്കാരത്തിലുള്ളതുപോലെ തന്നെ 3 തവണ അല്ലെങ്കിൽ 5 തവണ അല്ലെങ്കിൽ 7, 9, 11 ഇങ്ങനെ ഒറ്റയായി 11 വരെ ചൊല്ലൽ സുന്നത്തുണ്ട്. അതോടൊപ്പം സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസ്വറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്റും ചൊല്ലൽ സുന്നത്തുണ്ട്. അതിനുശേഷം തക്ബീർ ചൊല്ലിക്കൊണ്ട് തന്നെ എണീറ്റിരിക്കുക. അവസാനത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നിങ്ങനെ 2 തവണ സലാം വീട്ടുക. ഇതിനു ശേഷം നമുക്ക് ഓതാനുള്ളത് ബാക്കി ഓതി പൂർത്തിയാക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്ന രൂപം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തുകളും ഇവിടെ ബാധകമാണ്. സ്ത്രീകളുടെയും പുരുഷൻ്റെയും നിസ്കാരത്തിലുള്ള ഔറത്ത് ഏതാണോ അത് തന്നെയാണ് സുജൂദുകൾക്കും നിർബന്ധമായിട്ടുള്ളത്. വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം അശുദ്ധിയോടുകൂടെ സുജൂദ് ചെയ്യൽ ഹറാമാണെന്ന് നമുക്കറിയാം. ഇനി നിസ്കാരത്തിലാണ് ഇങ്ങനെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്ന ആയത്ത് ഓതിയത് എങ്കിൽ, ഉദാഹരണമായി ഇഖ്റ ബിസ്മി ഒരാൾ ഓതുന്നു, അതിലെ അവസാനത്തെ ആയത്ത് വസ്ജുദ് വഖ്തരിബ് എന്നാണല്ലോ. ആ ആയത്ത് ഓതി പൂർത്തിയാക്കിയാൽ തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. ആ ആയത്ത് ഓതി പൂർത്തിയാക്കിയ ഉടനെ ഇമാം നിൽക്കുന്ന ആളാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. അവർ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവുകയാണ് വേണ്ടത്. ഒരു സുജൂദ് ചെയ്തതിന് ശേഷം നേരെ എണീറ്റ് ഖിയാമിലേക്ക് തന്നെ, നൃത്തത്തിലേക്ക് തന്നെ മടങ്ങി വരികയും ബാക്കി ഓതാനുണ്ടെങ്കിൽ ഓതുക, ബാക്കി ഓതാനില്ലെങ്കിൽ രണ്ടാമത് തക്ബീർ ചൊല്ലി റുക്കൂഇലേക്ക് പോവുക. ഇങ്ങനെയാണ് നിസ്കാരത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാം തിലാവത്തിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമിന് അത് ചെയ്യൽ നിർബന്ധമാണ്. ഇമാം തിലാവത്തിൻ്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ മഅ്മൂമ് ചെയ്യാനും പാടില്ല. ഇങ്ങനെയാണ് ജമാഅത്തിൽ അതിൻ്റെ നിയമമുള്ളത്. ഇനി ശുക്റിൻ്റെ സുജൂദിനെ കുറിച്ച് പറയാം. ശുക്റിൻ്റെ സുജൂദ് രൂപം ഇതുപോലെ തന്നെയാണ്. നിസ്കാരത്തിൽ ഒരിക്കലും ശുക്റിൻ്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം വരുന്ന സമയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് നീങ്ങിപ്പോയ സമയം
നമുക്ക് ശുക്റിൻ്റെ സുജൂദ് സുന്നത്താണ്. അതുപോലെ തന്നെ വലിയ മാരകമായ അസുഖം ബാധിച്ച ആളെ കണ്ടു എങ്കിൽ മാറി നിന്നുകൊണ്ട് അല്ലാഹു തആലാക്ക് നന്ദി സൂചകമായി എനിക്ക് ആ അസുഖം വന്നിട്ടില്ലല്ലോ എന്ന നന്ദി സൂചകമായി നമുക്ക് ശുക്റിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. ചെയ്യേണ്ട രൂപം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇരുന്നു കൊണ്ട് നിയത്ത് വെക്കുക. നിയത്ത് വെക്കേണ്ടത് ശുക്റിൻ്റെ സുജൂദ് അല്ലാഹു തആലാക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്നാണ്. അങ്ങനെ നിയ്യത്ത് വെച്ച് ഒരു സുജൂദ് ചെയ്ത് നേരെ ഇരിക്കുക, സലാം വീട്ടുക. ഇങ്ങനെയാണ് ശുക്റിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഖൈറായ കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.